ഇതിൽ കുറേ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വോയിസ് ഓവറും കൊടുത്തിട്ടുണ്ട്, പിള്ളേർ സൗണ്ടും കൊടുത്തിട്ടുണ്ട്. ഇക്കാൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അത് ഉസ്താദാണ് പള്ളിയിൽ. 12 വർഷമായി, ഭാര്യ ഇപ്പോൾ 6 വർഷമായിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി 8 മണിയൊക്കെ ആയപ്പോൾ പോയി വിട്ടത്തെ. അപ്പോൾ അങ്ങനെ കുറച്ച് ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടതാണ്. പിന്നെ പുറത്ത് പോയി ഞാൻ അൽഫാം വെച്ച് ഞാൻ എന്തോ ഹണി അൽഫാം കുറേ കാലം ആഗ്രഹം കഴിക്കണം. അപ്പോൾ നാട്ടിൽ നിന്ന് ഏതായാലും പിന്നെ ഇങ്ങോട്ട് വന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വന്ന പണി കഴിച്ചു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഞാൻ വായി തരുന്നത് കാര്യം വായ വെച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ തീറ്റിപ്പിക്കുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, കഴിച്ചപ്പോൾ എനിക്ക് ഒന്നും കൂടി ഓർഡർ ചെയ്യാനാണ് തോന്നിയത്. പക്ഷെ അത്രയും നല്ല ടേസ്റ്റ് കേട്ടോ അനീൻ്റെ ഹണി അൽഫാമിൻ്റെ. ചോറൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. അവിടുത്തെ 3 മക്കളായിക്കോട്ടെ അടിപൊളി ആൾക്കാർ, ഉഷാറാണ്. ഒരു ഫാമിലി പോലെയാണ് ഞങ്ങൾക്ക് ഇന്നലെ തോന്നിയത്. മോളൊരു എൻജോയ്മെൻറ്റും ഒരേറ്റുള്ളതും എല്ലാം കൂടി അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി വൈബായിരുന്നു. പിന്നെ ഓൾറെഡി ഭാര്യ മറ്റേ ഈ ആണുങ്ങളടുത്തേക്ക് വരില്ല, ഈ വലിയമാരെ പാരന്മാർ അങ്ങനെയല്ലേ, ആണോടൊന്നും പായും ആര് വരേണ്ട വന്നിട്ട്. അപ്പം അങ്ങനെ അതിന് അവരൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അവർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ വീടിന് മുന്നിൽ വരാനും അങ്ങനെയൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അവരുടെ 3 ആൺകുട്ടികളാണ്, നല്ല മക്കളാണ്, പവറാണ്, ആക്റ്റീവാണ് എന്ത് കാര്യത്തിനും. പക്ഷെ അവിടെ നിന്ന് വരാൻ തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ലേറ്റായി, 9 മണി കഴിഞ്ഞ് അവിടെ നിന്ന് പോയി വന്നപ്പോൾ. എന്നുവെച്ചാൽ എനിക്ക് വരാൻ തോന്നുന്നില്ല. അത്ര ഞങ്ങൾ അവിടെ നിന്ന് അടിച്ച് പൊളിച്ച് സംസാരിച്ച് ഇത്താനോടായിക്കോട്ടെ അടിപൊളിയാണ് അവിടുത്തെ പേര് പറഞ്ഞ് ഞാൻ മറന്നിട്ടാ. അപ്പോൾ മോളും അത് അവരായിട്ട് ഭയങ്കര എൻജോയ്മെൻറ്റും അങ്ങനെ അടിപൊളിയൊക്കെ ആയി നടന്ന് എൻജോയ്മെൻറ്റൊക്കെ ഭയങ്കരമായി. അപ്പോൾ വരാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ, നമുക്ക് ഒന്നിനും കൊണ്ടുപോകാം അങ്ങനെയൊക്കെ ഒരു വിലയൊക്കെ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടുന്ന് ഭക്ഷണം അവിടുത്തെ ഐറ്റംസൊക്കെ അവിടുന്ന് കഴിച്ചു. പക്ഷെ എന്നാലും ഏകദേശം വയറൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ഏതായാലും ഫുഡ് ഉണ്ടാക്കണം, മീൻകറി ഉണ്ടാക്കണം. ഓൾറെഡി ഇക്കാക്ക് രാവിലെ എന്തെങ്കിലും വേണം കൊണ്ടുപോകാൻ. അപ്പം മീൻകറി എന്തായാലും വേണം, കുപ്പൂസൊക്കെ കൊണ്ടുപോകാം. അപ്പം അങ്ങനെ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. മീൻകറി വെച്ചിട്ടാണ് പോയത്. പിന്നെന്താ, ഓൾറെഡി ഈത്തപ്പഴം നല്ല രസമായിട്ട് വയലിട്ട് അലിഞ്ഞ് വന്നപ്പോഴും ഇങ്ങനെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ അറബി ഐറ്റംസ് ഉണ്ടോ ഫുള്ളും. അപ്പോൾ അടിപൊളി, എനിക്കൊക്കെ ഇഷ്ടമായി. ബൂസ്റ്റും മനസ്സും നിറഞ്ഞും വയറും നിറഞ്ഞു. അവരുടെ ഒരു സ്നേഹവും ഒക്കെ അങ്ങനെ അല്ലാതെ നമ്മളടുത്തൊന്നുമില്ല എന്നെ സംസാരിക്കാനും ഒക്കെ ഇതാണ് അറിയില്ല. പക്ഷേ ഇത് കുറേ അഭിപ്രായങ്ങളുണ്ട്. വോയിസ് ഓവർ ഇങ്ങനെയൊക്കെയാണ് എന്തായാലും കേൾക്കാൻ പറ്റും എന്ന് വെച്ചാൽ അവളെ കുറേ എൻ്റെ ക്രാബുകൾ പൊട്ടിച്ച് എൻ്റെ ക്രാബ് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയത്. പക്ഷെ ആ ക്രാബ് പൊട്ടിയപ്പോൾ അവർ പപ്പ് മേടിക്കും. ഫുള്ളും പപ്പയുടെ മേത്തൊക്കെ വന്നേ മുതൽ നമ്മൾ മലയാളി ഷോപ്പിൽ കട്ടപ്പോയത്. ബീൻസ് ആയിക്കോട്ടെ എന്തെടുത്തു പറയുക, അടിപൊളിയാണ് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി ഞാൻ അൽഫാമും കഴിക്കാൻ തോന്നിയാൽ മുമ്പ്. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമായി. അവിടുത്തെ ആംബിയൻസ് ആയിക്കോട്ടെ, ആൾക്കാരായിക്കോട്ടെ ഒക്കെ അടിപൊളിയാണ്. മുത്തശ്ശൻ മോഡൽ വേണമെന്നോ ഒക്കെ ചോദിക്കണം. അതിന് മോഡൽ കുറച്ച് സലാഡ് അങ്ങനെ ഐറ്റംസൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കൊടുന്ന പാടനെ കഴിച്ചു. ആദ്യം സലാഡ് കൊടുന്ന് വെക്കും, പിന്നെ മയോനീസ്, പിന്നെ കെച്ചപ്പ് അങ്ങനെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മോളെടുത്ത് ഓരോ മേത്ത് പോവലും മാക്കലും. പിന്നെ മോകാകെ ടയർഡായി. അവൾ നേരം ഭക്ഷണം കഴിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ പുറത്ത് പോയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തുന്നത്. പിന്നെ അവൾ കുറേ അഭിപ്രായം കാട്ടൽ അങ്ങനെയൊക്കെ തന്നെ. അത് അവിടുന്ന് തന്നെ എടുത്തില്ല.